നമസ്കാരം. തിരുവനന്തപുരത്തുകാർ വീണ്ടും ശശി തരൂരിനെ ജയിപ്പിച്ചു വിട്ടപ്പോൾ പലരും പറഞ്ഞു തിരുവനന്തപുരത്തുകാർ മരക്കഴുതകൾ എന്ന്. അത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ശശി തരൂർ MP. മാലിന്യ കൂമ്പാരത്തിലൂടെ ജോയി എന്ന തൊഴിലാളി ഒലിച്ചു പോയപ്പോൾ തരൂർ ഒന്നും അറിഞ്ഞില്ല. ജനങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ MP ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. പിന്നീട് മൃതദേഹം കിട്ടിയപ്പോഴും ശശി തരൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ഒരു വിചിത്ര പ്രസ്താവന. ആമയിഴഞ്ചാൻ തോട്ടിലെ ജോയിയുടെ മരണം ഞാൻ 2 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? തരൂരിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് നന്നായി അറിയാം. തിരുവനന്തപുരം വീണ്ടും ജയിപ്പിക്കും. അവർ മരമണ്ടന്മാരാണല്ലോ. ഇത്തവണ 4ാം തവണയും ജയിച്ചു പോയി. കഴിഞ്ഞ 3 തവണയും എന്താ തിരുവനന്തപുരത്തിന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഓരോരുത്തർക്കും അവർ അർഹിക്കുന്ന ഭരണാധികാരിയെ കിട്ടുമെന്ന് ഒരു പഴമൊഴി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കേരളത്തിനൊരു മിടുക്കൻ മുഖ്യമന്ത്രിയുണ്ട്, പിണറായി വിജയൻ. ആ പിണറായി വിജയനെ മാറ്റിയിട്ട് പിന്നീട് അടുത്ത തവണ, അതായത് 2026 കേരളത്തിൻ്റെ മുഖ്യനാകാൻ പരമയോഗ്യനാണ് തരൂർ എന്ന് വരെ പല മാധ്യമങ്ങളും കൊട്ടിഘോഷിക്കുകയുണ്ടായി. എന്നാൽ ഒരു വാർഡ് മെമ്പറുടെ കസേരയിൽ ഇരിക്കാനുള്ള യോഗ്യത പോലും ഈ വിശ്വപൗരൻ എന്ന് പറയുന്ന തരൂർ MPക്കില്ല എന്ന് പലവട്ടം തെളിയിച്ചിട്ടുണ്ട്. 2 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ജോയിയുടെ മൃതദേഹത്തിന് വേണ്ടി തിരയുമ്പോൾ ഈ വിശ്വപൗരനെ അവിടെയെങ്ങും കണ്ടില്ലല്ലോ. അദ്ദേഹം പറയുന്നത് കേൾക്കുക. ഞാൻ വയനാട്ടിലായിരുന്നു, ഇവിടെ ആയിരുന്നില്ല. സത്യം തന്നെയാണ്. എനിക്ക് തിരിച്ച് ഇങ്ങനൊരു ട്രാജഡി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല. സംഭവിച്ചപ്പോൾ വരാനുള്ള സമയമുണ്ടായിരുന്നു. അടുത്ത ദിവസം KPCC മീറ്റിംഗുമായിരുന്നു. ഞാൻ വന്നില്ല. ഞാൻ ഉടനെ ഇടപെട്ടു, ആൾക്കാരെ വിളിച്ചു, ഞാൻ പോസ്റ്റ് ഇട്ടു 2 തവണ. ഒന്ന് ആദ്യ ദിവസം, ഒന്ന് 2ാം ദിവസം അതിന്റെ ബോഡി കിട്ടിയ ശേഷം. അതിനും കാട്ടി ചെയ്യാൻ ഒരു MPക്ക് ഒരു അവകാശവുമില്ല. ഇതിന് പാർട്ടിയുടെ പരിപാടിയുമായി വയനാട്ടിലായിരുന്നുവെന്ന്. വയനാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അത്ര വലിയ യാത്രയുണ്ടോ? ഒരു രാത്രി യാത്രയിൽ എത്തിച്ചേരാവുന്ന ദൂരമല്ലേ ഉള്ളൂ. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നമ്മൾ മേയറെ കുറ്റപ്പെടുത്തുന്നു. 2 തവണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് വിശദീകരിക്കുന്നു. മഹാകാര്യമായിപ്പോയി. 2009 ആദ്യ തവണ ഇവിടെ നിന്ന് ജയിച്ചപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കി മാറ്റുമെന്ന്, അതായത് ഇരട്ട നഗരമാക്കി മാറ്റുമെന്ന്. തിരുവനന്തപുരത്ത് എന്ത് വികസനമാണ് തരൂർ കൊണ്ടുവന്നത്? ഇപ്പോൾ ബാഴ്സലോണ തിരുവനന്തപുരത്തെ കണ്ടുപിടിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് വികസനമെന്ന് പറഞ്ഞ് കളർ ഫോട്ടോ പ്രസിദ്ധീകരിച്ചപ്പോൾ, അതായത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ, മറുവശത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. താൻ തിരുവനന്തപുരത്ത് വന്നിട്ട് എന്ത് കാര്യം എന്ന് തരൂർ ചോദിക്കുകയുണ്ടായല്ലോ. ശരിയാണ്, ഒരു എടുപ്പ് കുതിരയായി അവിടെ വന്നു നിന്നിട്ട് ഒരു കാര്യവുമില്ല. പലയിടത്തും ഈ മധ്യ തിരുവിതാംകൂറിലെ ഈ കെട്ടുകാഴ്ചയുണ്ടല്ലോ, എടുപ്പ് കുതിര, അതുപോലെ തിരുവനന്തപുരത്ത് വരും. കോൺഗ്രസ്സുകാരിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കും. അതല്ലാതെ ഈ MPയെ കൊണ്ട് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. ആറ്റുകാൽ പൊങ്കാല സമയത്ത് അവിടെ പണ്ടാരെ അടുപ്പ് കൂട്ടുന്ന സമയത്ത് അവിടെ പോയി തള്ളിക്കയറി നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തരൂരിനെ ജയിപ്പിച്ച തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഇദ്ദേഹത്തെ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാറശാല, നെയ്യാറ്റിൻകര, കോവളം പ്രദേശങ്ങളിൽ നിന്നാണ് തരൂരിന് വോട്ട് ലഭിച്ചിട്ടുള്ളത്. അവിടുത്തെ വോട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയം മുഴുവൻ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപക്ഷെ തരൂർ മത്സരിക്കുന്നില്ല എന്ന് തന്നെ പറയുകയുണ്ടായി. അപകടമുണ്ടായപ്പോൾ 2 തവണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പിന്നെ അവിടെ വന്നിട്ട് നാടകം കളിക്കാൻ ഞാനില്ല എന്നാണ് തരൂർ പറഞ്ഞത്. ഇതാണോ ഒരു MP സ്ഥാനത്തിരിക്കുന്ന ആൾ പറയേണ്ടത്? തലസ്ഥാനത്ത് എത്താതെ ഇരുന്ന തരൂരിനെതിരെ പാർട്ടിയിൽ തന്നെ വിമർശനം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപനം നടത്തി അരമനയിലും നായർ ഇടങ്ങളിലും അതുപോലെ തന്നെ പള്ളിയിലും കയറി ഇറങ്ങിയ തരൂർ ഇപ്പോൾ നിലത്ത് കിടന്നുരുളുന്ന കാഴ്ചയാണ് കാണുന്നത്. ആമയിഴഞ്ചാൻ പ്രശ്നത്തിൽ ഞാൻ 2 ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് എന്നെ തന്നെ അഭിനന്ദിച്ചു. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യണം?
ഒന്നും ചെയ്യണ്ട, തിരുവനന്തപുരത്ത് വരാതിരിക്കുക, അതുതന്നെയാണ് നല്ലത്. സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ജീവിക്കുന്ന സ്വപ്നജീവിയാണ് തരൂർ എന്ന് മന്ത്രി വി ശിവൻകുട്ടി വരെ പറയുകയുണ്ടായി. ആദ്യം ബാഴ്സലോണ, പിന്നീട് ഹൈക്കോടതി ബെഞ്ച്, അത് കഴിഞ്ഞ് എയിംസ്. ഇങ്ങനെ ഓരോ തവണ മത്സരിക്കുമ്പോഴും തിരുവനന്തപുരത്തുകാർക്ക് പല മോഹന വാഗ്ദാനങ്ങളും നൽകി. ആ വാഗ്ദാനങ്ങളിൽ തിരുവനന്തപുരത്തുകാർ വീണുപോയി. അതാണ് തിരുവനന്തപുരത്തുകാർക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്നത് തിരുവനന്തപുരത്തെ വോട്ടർമാർ വെറും മരക്കഴുതകളാണ് എന്ന്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെ കുറ്റപ്പെടുത്തി ഹൈക്കോടതി ബെഞ്ച് കിട്ടാത്തതിൻ്റെ പേരിൽ, ഇരട്ട നഗരം അതായത് ബാഴ്സലോണ നടപ്പിലാക്കാത്തതിൻ്റെ പേരിൽ ഇടത് സർക്കാരിനെയും തിരുവനന്തപുരത്തെ നഗരസഭയെയും കുറ്റപ്പെടുത്തി. ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ജനങ്ങളുടെ വയർ നിറയില്ല എന്ന് ഈ വിശ്വ പൗരൻ ഇനിയെങ്കിലും ഓർത്തിരിക്കണം. മന്നത്തെ പോപ്പ് ഇനി ഇദ്ദേഹത്തെ ചുമക്കുമോ, ഇനിയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കുമോ എന്നാണ് അറിയേണ്ടത്. ഒരു MP-ക്ക് നിരവധി കർത്തവ്യങ്ങൾ ഉണ്ട് എന്ന് 15 വർഷം ആ കസേരയിൽ ഇരുന്നിട്ടും മനസ്സിലാകാതിരുന്ന താങ്കൾ തിരുവനന്തപുരത്തുകാരെ കുരങ്ങ് കളിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് അവസാന തവണ എന്നാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി തിരുവനന്തപുരത്തുകാർക്ക് താങ്കളിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നുമില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. ഇനി എന്തായാലും താങ്കൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല എന്നുള്ളത് വലിയ സന്തോഷത്തോടു കൂടി തന്നെ ഇവിടെ തിരുവനന്തപുരത്തുകാർ അത് എടുക്കുകയാണ്. പക്ഷേ തിരുവനന്തപുരത്തുകാരെ അങ്ങ് തീരെ വിഡ്ഢികളാക്കരുത്. താങ്കൾ വലിയ അക്കാഡമിക് നിലവാരമുള്ള ആളായിരിക്കാം, വിശ്വപൗരനായിരിക്കാം. പക്ഷേ തിരുവനന്തപുരത്തുകാരെ അങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. തിരുവനന്തപുരത്തുകാർ വിഡ്ഢികളല്ല എന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ഒരു തവണ കൂടി താങ്കൾക്ക് മത്സരിക്കാൻ തൻ്റെ ഇടമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2029 ഇറങ്ങി വരൂ, വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് താങ്കൾക്ക് മത്സരിക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ. എന്തായാലും തരൂർ എന്ന് പറയുന്ന MP 20 വർഷം തിരുവനന്തപുരത്തുകാരെ വിഡ്ഢിയാക്കി വേണ്ട തരത്തിൽ ആസ്വദിച്ച് അറുമാദിച്ച് കഴിയുകയാണ് ചെയ്യുന്നത്.